ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു സാൻഡി ലേണിംഗ് യൂട്യൂബ് ചാനൽ. നിങ്ങൾക്ക് ഞങ്ങൾ രണ്ടുപേരും നല്ല പരിചയം ഉണ്ടാവും. ഇത് നമ്മുടെ സ്വന്തം ബാസിൽ സാറാണ്, ഞാൻ ഷഫീർ. അപ്പോൾ ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ എപ്പിസോഡായിട്ടാണ് വന്നിട്ടുള്ളത് അല്ലേ. കുട്ടികളൊക്കെ ഇപ്പോൾ ഏത് ക്ലാസ്സിലെ കുട്ടികളാണെന്നുണ്ടെങ്കിലും അവരൊക്കെ ആനുവൽ എക്സാം എഴുതാൻ വേണ്ടി റെഡി ആയിരിക്കുകയാണ്. വളരെ ആങ്ഷ്യസ് ആയിട്ട് ടെൻഷനോട് കൂടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രത്യേകിച്ച് SSLC കുട്ടികളൊക്കെ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് ഒന്ന് രസകരമായിട്ട് ഒരു ഫൺ എപ്പിസോഡാണ് നമ്മളിന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്താണ് ഇന്നത്തെ പ്രോഗ്രാം? ബാസിൽ സാർ ഒന്ന് പറഞ്ഞു. നമ്മള് ഈ പ്രോഗ്രാമിനെ കുറിച്ച് ചിന്തിക്കാൻ തന്നെ കാരണം എന്താ വെച്ചാൽ ഞാനും ഷഫീർ സാറൊക്കെ നിങ്ങളുടെ SSLC അവഞ്ചേഴ്സിനും ഒക്കെ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങള് ഷഫീർ സാർ ഇംഗ്ലീഷ് മീഡിയമാണ്, ഞാനും ഒരു ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിച്ചത്. അപ്പൊ ഞങ്ങൾക്ക് ആ രൂപത്തിലായിരുന്നു ഞങ്ങൾക്ക് പഠിച്ചു പോയിരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഫൗണ്ടേഷൻ ബാച്ചിലും ഞങ്ങൾ ഇംഗ്ലീഷ് ബേസ് ചെയ്തുകൊണ്ടാണ് ക്ലാസ്സുകൾ എടുക്കാറുള്ളത്. അപ്പോൾ നമ്മൾ അവഞ്ചേഴ്സിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോഴാണ് ശരിക്കും മലയാളം മീഡിയത്തിലുള്ള ഓരോ ടേംസും അതൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ അവഞ്ചേഴ്സിലെ ക്ലാസ് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോഴാണ് മലയാളം മീഡിയത്തിലും ഇംഗ്ലീഷ് മീഡിയത്തിലുള്ള പല ടേംസിന്റെയും വ്യത്യാസം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലായത്. അപ്പോൾ അത് തന്നെ ഒരു രസകരമായി നമുക്ക് കളിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് നമുക്ക് തോന്നിയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു എപ്പിസോഡ് ചെയ്യുന്നത്. ഒരുപാട് മലയാളം ടേംസ് ഉണ്ട്, വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെല്ലാം മലയാളികളാണ്, മദർ ടങ് മലയാളമാണ്. പക്ഷെ എന്നാൽ പോലും നമുക്ക് മനസ്സിലാവാത്ത, ആദ്യമായി കേൾക്കുന്ന ഒരുപാട് വേർഡ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ ഒരു SSLC അവഞ്ചേഴ്സ് ഒക്കെ പഠിപ്പിച്ചതിലൂടെ മനസ്സിലായി. അപ്പോൾ അതാണ് നമ്മളിന്നിവിടെ കളിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഗെയിം എന്താണെന്ന് ഞാൻ വളരെ സിമ്പിളായിട്ട് പറയാം. എൻ്റെ കയ്യിൽ 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫിസിക്സിലെ 5 ടേംസ് ആണത്. ആ ഹൈസ്കൂൾ ഫിസിക്സിൽ വരുന്ന 5 ടേംസ് ആണ്. ആ 5 ടേംസ് ഞാൻ എന്ത് ചെയ്യും, അതിൻ്റെ മലയാളം ഓപ്ഷൻസ്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ആണെങ്കിൽ അതിൻ്റെ മലയാളം ആണെങ്കിൽ ഇംഗ്ലീഷ് ഓപ്ഷൻസ് ഞാൻ ബാസിൽ സാറിന് കൊടുക്കും. ബാസിൽ സാർ അതിൻ്റെ കറക്റ്റ് ആൻസർ പറയണം. തിരിച്ച് ബയോളജിയിലെ 5 ക്വസ്റ്റ്യൻസ് ബാസിൽ സാർ എനിക്കും തരും. ഞാൻ അതിൻ്റെ കറക്റ്റ് ആൻസർ ഗസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഫിസിക്സിലെ മലയാളം വേർഡ്സ് തന്നെ ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ് പഠിച്ചത്. അപ്പം ബയോളജിയിൽ അത് ആൻസർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഒരു ഐഡിയ ഇല്ല. ഫിസിക്സിലത് അതേപോലെ തന്നെയാണ്. ഏതായാലും നമ്മൾ ഈ കളി തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ മലയാളം മീഡിയംകാരും ഇംഗ്ലീഷ് മീഡിയംകാരും ഉണ്ടാവും. അപ്പോൾ ഏത് ആർമിയാണ് പവർ എന്നുള്ളത് നമുക്ക് കമന്റ് ബോക്സിൽ കാണണം. മലയാളം മീഡിയം ആർമിയാണോ ഇംഗ്ലീഷ് മീഡിയം ആർമിയാണോ എന്നുള്ളത് അത് കമന്റ് ബോക്സിൽ നമുക്ക് കാണാം. അപ്പൊ നമുക്ക് തുടങ്ങാം. ആദ്യം ഫിസിക്സ് വെച്ച് തുടങ്ങാം. എന്റെ കയ്യിൽ 5 ക്വസ്റ്റ്യൻസ് ഞാൻ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഞാനിത് ഓരോന്നോരോന്നായിട്ട് ബാസിൽ സാറിന് കൊടുക്കും. ബാസിൽ സാർ ഇതേപോലെ തന്നെ ബാസിൽ സാർ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എനിക്കും തരും. അപ്പൊ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ഫിസിക്സ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഫിസിക്സിലെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ബാസിൽ സാറിന് കൊടുക്കുകയാണ്. ക്വസ്റ്റ്യൻ വായിച്ചോളൂ. സോഫ്റ്റ് അയൺ. സോഫ്റ്റ് അയൺ ആണ് ക്വസ്റ്റ്യൻ. അതിന്റെ 4 മലയാളം ഓപ്ഷൻസ് ഇപ്പൊ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. മൃദുവായ ഇരുമ്പ്, പച്ചിരുമ്പ്, കടുപ്പമുള്ള ഇരുമ്പ്, കാരിരുമ്പ്. 4 ഓപ്ഷൻസ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള 4 ഓപ്ഷൻസ് ആണ് സെലക്ട് ചെയ്തത്. സോഫ്റ്റ് ആയതുകൊണ്ട് കാരിരുമ്പും കടുപ്പുള്ള ഇരുമ്പും ആയിരിക്കാൻ സാധ്യതയില്ല. സോഫ്റ്റ് അയൺ എന്ന് പറയുമ്പോൾ മൃദു. അപ്പൊ മൃദുവായ ഇരുമ്പ്. ഓപ്ഷൻ എ ലോക്ക് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ആൻസർ മലയാളം മീഡിയം കുട്ടികൾക്ക് ആൻസർ അറിയാം. ആൻസർ ബാസിൽ സാറിന്റെ തെറ്റിയിരിക്കുകയാണ്. പച്ചിരുമ്പാണ് കറക്റ്റ് ആൻസർ. അപ്പൊ നമ്മുടെ സ്കോർ ബോർഡ് അപ്ഡേറ്റ് ചെയ്യണം. സ്കോർ ബോർഡിൽ ഇപ്പൊ ഞാനാണ് ലീഡ് ചെയ്തിരിക്കുന്നത്. അതെ, എനിക്ക് 0 ബാസിൽ സാറിന് സ്കോർ ചെയ്യാനുള്ള അവസരം മിസ്സായി. അപ്പൊ എന്നാലും നമുക്ക് ആദ്യത്തെ ബയോളജി ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ബയോളജി ഇംഗ്ലീഷ് മീഡിയം തന്നെ ഞാൻ വീക്കായിരുന്നു. ഇനി അതിന്റെ മലയാളം ടേമും കൂടെ വരുമ്പോൾ ഏതായാലും നോക്കാം. മുൻകൂർ ജാമ്യം എടുത്തിട്ടുണ്ട്. നമുക്ക് ബയോളജി ക്വസ്റ്റ്യൻ ഞാൻ വായിച്ചു നോക്കാം. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. ഓപ്ഷൻസ്: രക്തദാനം, രക്തവാഹനം, രക്തനിവേശനം, രക്താംഗം. അപ്പൊ ഇതില് എനിക്ക് തോന്നുന്നു ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യാന്നുള്ളതാണല്ലോ രക്തദാനം. ട്രാൻസ്ഫ്യൂഷൻ തന്നെയാണോ ട്രാൻസ്ഫർ? സംശയമാണല്ലോ. രക്തവാഹനം എന്ന് പറയുമ്പോൾ അത് കൊണ്ടുപോകുന്നതിനെ പറ്റിയായിരിക്കും. ബ്ലഡ് ഞാൻ ഓപ്ഷൻ എ ലോക്ക് ചെയ്യുന്നു. രക്തദാനം ലോക്ക് ചെയ്യുന്നു. അപ്പോ ഷഫീർ സാറ് ബയോളജിയിലുള്ള ഒരു ടേമിന് ലോക്ക് ചെയ്തിട്ടുണ്ട്, രക്തദാനം. അപ്പൊ അത് ശരിയാണോ എന്നുള്ളത് മലയാളം മീഡിയക്കാർക്ക് അറിയാം. അത് ആൻസർ ഈസ് റോങ്. എനിക്ക് അപ്പോഴേ തോന്നി ഇതെന്തോ കൺഫ്യൂഷൻ. അത് ബ്ലഡ് ഡൊണേഷൻ ആണ്, രക്തദാനം. രക്തനിവേശനമാണ് ബ്ലഡ് ട്രാൻസ്ഫർ. ഞാൻ ഇതല്ലെങ്കിൽ രക്തവാഹനമാണ് ചൂസ് ചെയ്യാനിരുന്നത്. അപ്പൊ എന്തായാലും അത് പോകുന്ന ഉറപ്പാണ്. അപ്പൊ ഇപ്പൊ 0-0 പെനാൽറ്റി ഷൂട്ട് ഔട്ടിൽ ആദ്യത്തെ 2 മിസ്സാക്കിയ അവസ്ഥയായി. ഞാൻ തിരിച്ചു കൊടുക്കട്ടോ. അപ്പൊ രണ്ടാമത്തെ ഫിസിക്സിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ ബാസിൽ സാറിന് കൊടുക്കുകയാണ്. ബാസിൽ സാർ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചോളൂ, കുട്ടികൾക്ക് സ്ക്രീനിൽ കാണാം. ആൾട്ടർനേറ്റിംഗ് കറണ്ട്. ഓക്കെ. പ്രത്യാവർത്തി ധാരാ വൈദ്യുതി. ഇത് വായിക്കാൻ തന്നെ പറ്റില്ലല്ലോ. ആവർത്തി ധാരാ വൈദ്യുതി, നേർധാരാ വൈദ്യുതി, അപ്രദക്ഷിണ ധാരാ വൈദ്യുതി. അപ്രദക്ഷിണ ധാരാ വൈദ്യുതി. സിമ്പിൾ ആയിട്ടുള്ള 4 ഓപ്ഷൻസ് ആണ്. ഓൾട്ടർനേറ്റിംഗ് കറണ്ടിന്റെ മലയാളം എന്താണ്? ഓക്കെ, ഡയറക്റ്റ് കറണ്ട് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഉണ്ട് അറിയാം. അപ്പോ ഡയറക്റ്റ് നേർധാരായിരിക്കാം. ഓക്കെ. ആൾട്ടർനേറ്റീവ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കളിക്കുന്നത് എന്നാണ്. അപ്പോ ആവർത്തിധാര, പ്രത്യാവർത്തിധാര, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രത്യാവർത്തനം, അങ്ങനെ ആയിരിക്കോ? ഞാന് എന്തായാലും ഞാന് പിന്നെ ഓപ്ഷൻ എ ലോക്ക് ചെയ്യുന്നു. ഓപ്ഷൻ എ ലോക്ക് ചെയ്തിരിക്കുകയാണ്. എന്താണ് ഓപ്ഷൻ എ? പ്രത്യാവർത്തി ധാര വൈദ്യുതി ലോക്ക് ചെയ്തിരിക്കുകയാണ് നമ്മുടെ ബാസിൽ സാറ്.
ബാസിൽ സാറിന്റെ ആൻസർ കറക്റ്റ് ആണോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ബാസിൽ സാറിന്റെ ആൻസർ കറക്റ്റ് ആണ്. പ്രത്യാവർത്തിധാര വൈദ്യുതിയാണ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്നുള്ളത്. നേർധാര വൈദ്യുതിയാണ് ഡയറക്റ്റ് കറണ്ട്. ഓക്കെ. അപ്രദക്ഷിണ ധാര വൈദ്യുതി എന്ന് പറഞ്ഞ സംഭവം ഇല്ല, ഞാൻ കഷ്ടപ്പെട്ട ഒരു ഓപ്ഷൻ ഉണ്ടാക്കിയതാണ്. ആവർത്തിധാര വൈദ്യുതി എന്നുള്ളത് ഞാൻ ഒന്നാമത്തെ പ്രത്യേകം മാറ്റിയിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള മറ്റൊരു ഓപ്ഷനാണ്. പരമാവധി തെറ്റിക്കാനുള്ള എല്ലാ പണി എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. രണ്ടാമത്തെ അപ്പൊ 1-0 ബയോളജി ലീഡ് ചെയ്യുന്നുണ്ട്. ബയോളജി ലീഡ് ചെയ്യാണ്, വിട്ടു കൊടുക്കില്ല. ഷഫീർ സാർ റെഡിയാണ്. രാസാഗ്നി, കെമിക്കൽ ഫയർ, ഹോമിയോസ്റ്റേസിസ്, ഹോർമോൺ, എൻസൈം. രാസാഗ്നി എന്ന് പറയുമ്പോൾ രാസ എന്ന് പറയുന്ന രസതന്ത്രത്തിന്റെ കെമിക്കൽ ആണെന്ന് തോന്നുന്നു. പക്ഷെ അങ്ങനെ എന്നെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ ഒരു ശ്രമം നടത്തി, ഞാൻ തെറ്റി. അതുകൊണ്ട് ഇത്തവണ ഞാൻ എന്ത് ചെയ്യുന്നില്ല, കെമിക്കൽ ഫയർ ഞാൻ ഒഴിവാക്കുകയാണ്. നമുക്ക് നോക്കാം. ഹോർമോൺ രാസാഗ്നി ആവാൻ സാധ്യതയില്ല. എൻസൈം കൺഫ്യൂഷൻ ആണല്ലോ. ഹോമിയോസ്റ്റേസിസ് ഞാൻ ഓപ്ഷൻ ബി ഹോമിയോസ്റ്റേസിസ് ലോക്ക് ചെയ്യാണ്. ഓപ്ഷൻ ബി. അപ്പോ ഷഫീർ സാറിന്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഹോമിയോസ്റ്റേസിസ് ആണ്. ഹോമിയോസ്റ്റേസിസ് എന്നുള്ളത് ആൻസർ ഈസ് വീണ്ടും റോങ്. ഓക്കെ. അപ്പോ എന്താണ് കറക്റ്റ്? രാസാഗ്നി എന്നുള്ളത് എൻസൈം ആണ്. അപ്പൊ അത് ഒരിക്കലും ആലോചിക്കാത്തൊരു സാധനമാണ്. അപ്പൊ കാരണം എൻസൈം കുറച്ചും കൂടി എളുപ്പമാണ് എന്റെ അഭിപ്രായം. ടഫാക്കാൻ പാടില്ലായിരുന്നു. ഓക്കെ. അപ്പൊ എൻസൈം ആണ് രാസാഗ്നി. അത് മലയാളം പിടിക്കാർക്കൊക്കെ അറിയാം. ഓക്കെ. അപ്പൊ ഫിസിക്സിലെ 1-0 ലീഡ് ബയോളജി ലീഡ്. അടുത്ത കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. അപവർത്തനാങ്കം. ഓപ്ഷൻസ് എന്താണ്? റിഫ്രാക്ഷൻ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി, മാഗ്നിഫിക്കേഷൻ. ഏതാണ് അപവർത്തനാങ്കം? പറഞ്ഞോളൂ. മലയാളം. ബാസിൽ സാർ മലയാളത്തിൽ കുറെ എഴുതുന്ന ആളൊക്കെയാണ് കേട്ടോ, അതുകൊണ്ട് ചെറിയൊരു അഡ്വാൻറ്റേജ് ബാസിൽ സാറിന് ഉണ്ട് എന്ന് എല്ലാവരും സമ്മതിക്കണം. ഏതാണ് ആൻസർ? അംഗം. വാറ് പോലെയാണ് അംഗം. അപവർത്തനാങ്കം എന്നുള്ളത് ഇൻഡെക്സ് ആകാൻ ചാൻസ് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോ ഞാൻ എന്തായാലും ഓപ്ഷൻ ബി ലോക്ക് ചെയ്യുന്നു. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്നുള്ള ഓപ്ഷനാണ് നമ്മുടെ ബാസിൽ സാർ ലോക്ക് ചെയ്തിട്ടുള്ളത്. അപ്പൊ കുട്ടികൾക്ക് അറിയാം ശരിയാണോ തെറ്റാണോ എന്നുള്ളത്, കുട്ടികൾക്ക് ഓൾറെഡി അറിയാം. ആൻസർ കറക്റ്റ് ആണ്. അപവർത്തനാങ്കം എന്നുള്ളത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. അപവർത്തനം റിഫ്രാക്ഷൻ ആണ് അതിന്റെ ഇൻഡെക്സ്. അപ്പൊ ഗസ് ചെയ്തത് കറക്റ്റ് രീതിയിൽ തന്നെ. 2-0. എനിക്കൊരു ഷോട്ടും കൂടെ എടുക്കാനില്ലേ? അതോ ഇപ്പൊ എത്രയാണ്? ഞാനല്ല സ്റ്റാർട്ട് ചെയ്തത്. ഷഫീർ സാറിന്റെ ബാലൻസ് ചെയ്യാനുള്ള ഷോട്ടാണ്. ക്വസ്റ്റ്യൻ ഞാൻ വായിച്ചു നോക്കട്ടെ. സ്നായുക്കൾ അല്ലെ? സ്നായുക്കൾ, സ്പൈനൽ കോഡ്, മസിൽസ്, ലിഗമെന്റ്, ലിംഫ്. മസിലല്ല, ലിഗമെന്റും അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ലിംഫ്, സ്പൈനൽ കോഡും ആവാൻ സാധ്യതയില്ല. പെട്ടെന്ന് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു? ഓപ്ഷൻ ഡി ലിംഫ് ലോക്ക് ചെയ്യാണ്. സ്നായുക്കൾ, ലിംഫ്. എന്താണ് സ്നായുക്കൾ എന്നുള്ളത്? ലിംഫാണ് സാറ് ലോക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ. ആൻസർ ഈസ്, ഇപ്പൊ തന്നെ കളി ഔട്ട് ആവുക. ആൻസർ എന്താണ്? റോങ്. അത് ലിഗമെന്റ് ആണ്. ലിഗമെന്റ് ആണല്ലേ സ്നായുക്കൾ? ഞാൻ സ്നായുക്കൾ ഒന്നുകൂടെ പഠിക്കേണ്ട ആവശ്യമുണ്ട്. ആകെ മസിൽസ് മാത്രമേ ഇതിൽ പറയാൻ പറ്റുന്നുള്ളൂ. അപ്പൊ സ്കോർ 2-0 അല്ലെ? 2-0. ഇനി 2 ഷോട്ടും കൂടെ 2 കിക്കുകൾ എടുക്കാനേ ബാക്കിയുള്ളൂ കേട്ടോ. അപ്പൊ ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആവർത്തനം. പവർ ഓഫ് എ ലെൻസ്, മാഗ്നിഫിക്കേഷൻ, ഫോക്കസ്, ലാറ്ററൽ ഇൻവേർഷൻ. പിടികിട്ടുന്നില്ലല്ലോ. ആവർത്തനം. ധനം എന്ന് പറയുമ്പോൾ നമ്മുടെ പൈസ അല്ലെ? സമ്പത്ത്. ആവർത്തനം അതായത് വീണ്ടും പണം ഉണ്ടാക്കുക. അതാണ് ആവർത്തിക്കുന്ന ധനമാണോ? അങ്ങനെ ആവാൻ ചാൻസ് ഇല്ല. സാർ തെറ്റിക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ. എനിക്കിതിൽ ഒരു ഐഡിയയും കിട്ടാത്തോണ്ട് ഐ ഗോ ഫോർ ഓപ്ഷൻ ബി, മാഗ്നിഫിക്കേഷൻ. ഓപ്ഷൻ ബി മാഗ്നിഫിക്കേഷൻ ചൂസ് ചെയ്തിരിക്കുകയാണ് ബാസിൽ സാർ. ആൻസർ കറക്റ്റ് ആണോ? ആൻസർ കറക്റ്റ് ആണ്. ആവർത്തനം എന്നുള്ളത് മാഗ്നിഫിക്കേഷൻ ആണ്. എനിക്ക് നല്ല സംശയമുണ്ട്. ഞാൻ ഈ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുമ്പോൾ ബാസിൽ സാർ നേരത്തെ മാഗ്നിഫിക്കേഷൻ, ആവർത്തനം. അപ്പൊ എന്റെ തിരിച്ചു വരാനുള്ള അവസാനത്തെ അവസരം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കറക്റ്റ് ആൻസർ. അപ്പൊ 3 സ്കോർ ചെയ്തു അല്ലെ? 3 സ്കോർ ചെയ്തു. ഒരു സ്കോർ ഇല്ലാതെ ഞാൻ ഇവിടെ ഇരിക്കുകയാണ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്ന ബയോളജിയുടെ ഈ ക്വസ്റ്റ്യനെങ്കിലും സാർ റെഡിയാക്കണം. കളിയുടെ റിസൾട്ട് ഏകദേശം തീരുമാനമായ സ്ഥിതിക്ക് മിയോസിസ്, മിയസങ്കലനം, ഊനസങ്കലനം, ഊനഭംഗം, കോശവിഭജനം. എന്തൊരു കഷ്ടമാണ്. കോശവിഭജനം സെൽ ഡിവിഷൻ ആയിരിക്കും. അതുകൊണ്ട് മിയോസിസിന് അതിൽ നിന്ന് ഞാൻ ഒഴിവാക്കുന്നു. മിയസങ്കലനം വീണ്ടും എന്നെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് ആ മിയ എന്നുള്ള വാക്കുകൊണ്ട് ഉണ്ടാക്കിയതാണ്, ഉറപ്പാ. ഊനസങ്കലനം ഉണ്ട്, ഊനഭംഗം ഉണ്ട്. ഉത്തരം ഞാൻ ഓപ്ഷൻ ബി ചൂസ് ചെയ്യുന്നു. ഊനസങ്കലനം. സാറിന് വീണ്ടും ജസ്റ്റ് മിസ്. എന്താണ്? ഇത് ഒന്ന് ആലോചിച്ച പോരെ?
മിയോസിസ് മൈറ്റോസിസ് 2 തരത്തിലുള്ള സെൽ ഡിവിഷൻ ആണ്. അപ്പൊ ഭംഗം എന്ന് പറഞ്ഞാൽ എന്താ, ഡിവൈഡ് ചെയ്യാന്ന് ആലോചിച്ചൂടെ? ഊനഭംഗമാണ് അപ്പൊ ആൻസർ അല്ലേ? മാറ്റാനുള്ള അവസരം ഉണ്ടോ? ഇല്ല. അതും തെറ്റി. 4ാമത്തതും തെറ്റി. ഫിസിക്സ് ആകെ ഇന്ന് ഫിസിക്സിന്റെ ദിവസമല്ല അല്ലെ? നമുക്കിത് ശരിക്കും നാഷണൽ ഫിസിക്സ് ഡേ ഒന്ന് കണ്ടക്ട് ചെയ്യണം. ആയിക്കോട്ടെ, വീണ്ടും ഒരു ഏറ്റുമുട്ടൽ. അപ്പൊ അവസാനത്തെ ക്വസ്റ്റ്യൻ ഇതെന്തിനാണ്? ഇതൊരു പ്രോത്സാഹന സമ്മാനം പോലെ എനിക്ക് ചോദ്യം ബാക്കിയുള്ളതാണ്. അത് ഞാൻ ബാസിൽ സാറിന് കൊടുക്കുകയാണ്. ഓക്കെ. പ്രകാശ പ്രകീർണനം. പ്രകാശ പ്രകീർണനം. ഓപ്ഷൻസ്: സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ്, റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്, ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ്, റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. ഏതായിരിക്കും? സ്കാറ്ററിംഗ്, പ്രകീർണനം. അതെ, പ്രകാശ പ്രകീർണനം. ഏതാണ് ആൻസർ? നിങ്ങൾക്ക് ലൈവ് ചാറ്റിലുള്ളവർക്കും കമന്റ് ബോക്സിലൊക്കെ വന്നിട്ട് ആൻസർ ചെയ്യാം. സ്കാറ്ററിംഗ് ആണോ? പ്രകീർണനം, റിഫ്രാക്ഷൻ. ഇതിന്റെ ഒന്നിന്റെ റിഫ്ലക്ഷൻ എന്നുള്ളത് ഒരു അവിടെ പോയി തിരിച്ചു വരിക, ലൈറ്റ് അവിടെ തട്ടി തിരിച്ചു വരിക അല്ലേ? സ്കാറ്ററിംഗ് എടുക്കുകയാണ് അല്ലെ? ബാസിൽ സാർ സ്കാറ്ററിംഗ് എടുത്ത് തൂത്ത് വരാനുള്ള എല്ലാ ശ്രമത്തിലുമാണ്. ഏതായാലും പ്രോത്സാഹന സമ്മാനം പോലെ അവസാനത്തെ ക്വസ്റ്റ്യൻ ബാസിൽ സാറിന്റെ തെറ്റിയിരിക്കുകയാണ്. ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ് ആണ് പ്രകാശ പ്രകീർണനം. സ്കാറ്ററിംഗിന്റെ പേര് വേറെയാണ്. അത് ഞാൻ തന്നെ ഇപ്പൊ മറന്നുപോയി തുടങ്ങി. അതാണ് ക്ലാസ് എടുക്കുന്ന അന്നേ ഓർമ്മ ഉണ്ടാവുള്ളൂ മലയാളം ടേംസ്. പിറ്റേ ദിവസം തന്നെ നമ്മുടെ അജ്മൽ സാറിന്റെ മെന്റി വാറിലൊക്കെ ഉണ്ടായിരുന്നു. കറക്റ്റ് ആണ്. ഓർമ്മ വരുന്നില്ല. ഓക്കെ, വിസരണമാണെന്നാണ് എന്റെ ഓർമ്മ കേട്ടോ. കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. അതാണ് തോന്നുന്നു സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ്. അപ്പൊ ലാസ്റ്റ് വൺ തെറ്റി. 3 അടിച്ചതല്ലേ? 2 തെറ്റിച്ചു, 3 ശരിയാക്കി. ബയോളജി ഒന്നെങ്കിലും ശരിയാക്കാനുള്ള അവസാനത്തെ അവസരമാണ്. വീണ്ടും ഹോമിയോസ്റ്റേസിസ് തിരിച്ചു വന്നിരിക്കുകയാണ്. നിശ്ചല സ്ഥാന പരിപാലനം, ആന്തര നിശ്ചലനം, ആന്തര വസ്തുതി, അതന്നല്ലേ? വസ്തുസ്ഥിതി ശാസ്ത്രം. വായിക്കാൻ തന്നെ കുറച്ച് കഷ്ടപ്പാടാണ്. ആന്തര സമസ്ഥിതി പരിപാലനം അല്ലെ? ഹോമിയോസ്റ്റേസിസ്, നിശ്ചലസ്ഥാന പരിപാലനം, ആന്തര നിശ്ചലനം. നിശ്ചലനം എന്ന് പറയുമ്പോൾ അവിടെ നിൽക്കുകയാണ്. സ്റ്റേസിസ് എന്ന് പറയുമ്പോൾ എന്താ? സ്റ്റാറ്റിക് പോലുള്ള ആ ഒരു അർത്ഥമാണ് വരുന്നത്. ആണോ? എന്തെങ്കിലും ഹെൽപ്പ് ചെയ്തോടെ? ആന്തര വസ്തുതി ശാസ്ത്രമൊന്നുമില്ല, ശാസ്ത്രത്തിനൊക്കെ ഒഴിവാക്കി ഞാൻ. ഓക്കെ, ആന്തര നിശ്ചലനം. ഞാനാണ് പണ്ട് തമ്മിൽ കണ്ടത് ഓർക്കുന്നുണ്ട്. കെമിക്കൽ ഹോർമോൺസ് അങ്ങനെ എന്തോ ഫസ്റ്റ് ചാപ്റ്ററിന്റെ തമ്മിൽ മലയാളം കണ്ടത് ചെറിയൊരു ഓർമ്മ ഉണ്ട്. ഏതായിരിക്കും ആൻസർ? ആന്തര നിശ്ചലനമാണോ? ഒന്നെങ്കിലും ശരിയാക്കാനുള്ള വാശി കൊണ്ട് കേട്ടോ. അതുകൊണ്ടാണ് സമയം എടുക്കുന്നത്. ഇതും തെറ്റിക്കഴിഞ്ഞാൽ അത് അതിനേക്കാൾ കോമഡി ആവും. നിശ്ചല സ്ഥാന പരിപാലനാണോ? അല്ല. നിശ്ചലനമാണോ? ആന്തര പരിപാലനാണോ? ആയിരിക്കോ? 2 പരിപാലനം ഉണ്ട് അല്ലേ? ഓക്കെ, നിശ്ചല സ്ഥാന പരിപാലനം. ഓപ്ഷൻ എ ഞാൻ ചൂസ് ചെയ്തിരിക്കുകയാണ്. നിശ്ചല സ്ഥാന പരിപാലനം. ഒരു രക്ഷയില്ല. ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാതെ വേറെ ഒന്നും ചെയ്യാൻ എന്റെ കയ്യിൽ. എല്ലാം ഒരുപോലെ തന്നെ ഉണ്ട്. അതും തെറ്റിക്കാണോ അല്ലേ? 5 തെറ്റി. അപ്പൊ ഹോമിയോസ്റ്റാസിസ് എന്ന് പറഞ്ഞാൽ ആന്തര സമസ്ഥിതി പരിപാലനം. എ ഓർ ഡി ആയിരുന്നു ഞാൻ ചൂസ് ചെയ്യാൻ തന്നിരുന്നത്. അതിൽ 50-50 കൈവിട്ട് പോയാൽ അരമാർക്കാണോ? 1/2 മാർക്ക് കിട്ടിയാൽ കൊള്ളായിരുന്നു അല്ലെ? 3 അരയിൽ നിർത്താം കളി. അപ്പൊ 3-0 ബയോളജി എന്ത് ചെയ്ത് തൂത്ത് വാരിയിട്ടുണ്ട്. അതാണ് മെന്റിവാറില്. ഇത് എന്റെ ഒരു പ്രതികാരമാണ്. മെന്റിവാറില് 2 ഫിസിക്സിനോടുള്ള 2 മെന്റിവാറിലും എനിക്ക് പിന്നെ കുറച്ചൊരു പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. അപ്പൊ ബയോളജിക്കാര് എല്ലാവരും ഫയറടിച്ചോളൂ. ബയോളജി തിരിച്ചു വന്നിരിക്കുന്നു. ഓക്കെ. അതുപോലെ നമ്മുടെ ഈ ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയത്തിനെ പറ്റി പറയുമ്പോൾ ഇപ്പൊ വിദേശ രാജ്യങ്ങളൊക്കെ പോവാണെങ്കിൽ ജർമ്മനി, സ്പെയിൻ, അങ്ങനെ ഒരുവിധം എല്ലാ വിദേശ രാജ്യങ്ങളും അവരവരുടെ മദർ ടങ്ങിൽ തന്നെയാണ്, മാതൃഭാഷ തന്നെയാണ് സ്കൂളൊക്കെ പഠിപ്പിക്കുന്നത്. ഇവിടെ പക്ഷേ 2 പോസിബിൾ ആണ്, 2 അവൈലബിൾ ആണ്. ഇംഗ്ലീഷ് പഠിക്കാം, മലയാളം പഠിക്കാം. പക്ഷെ ഒരു മേജർ വ്യത്യാസം എന്താണ്? അവിടുത്തെ കുട്ടികൾക്ക് 10 കഴിഞ്ഞ് +2 ആണെങ്കിലും ഇപ്പൊ എഞ്ചിനീയറിംഗ് ആണെങ്കിലും ഏത് കോഴ്സ് ആണെങ്കിലും അതൊക്കെ ജർമ്മൻ തന്നെ അല്ലെങ്കിൽ സ്പാനിഷിൽ തന്നെ പഠിക്കാനുള്ള അവസരമുണ്ട്. ഇവിടെ പക്ഷെ എന്തില്ല ആ ഒരു ഓപ്പർച്യൂണിറ്റി. അതായത് ഇപ്പം മാതൃഭാഷയിൽ പഠിക്കുന്നതിന് അതിന്റേതായ അഡ്വാൻറ്റേജ് നല്ലതാണ്. നമുക്ക് പെട്ടെന്ന് പ്രോസസ് ചെയ്യാനും നമ്മൾ സംസാരിക്കുന്ന ഭാഷയിൽ നമ്മൾ തന്നെ ബ്രെയിനിലേക്ക് അത് എടുക്കാനും പറ്റും. പക്ഷെ ഇവിടെയുള്ള വിഷയം എന്താണെന്ന് ചോദിച്ചാൽ 10 വരെ അത് സാധ്യമാവുന്നുള്ളൂ. +1 +2 എത്തുമ്പോൾ ഞാനൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ മലയാളം മീഡിയത്തിൽ വന്നിരുന്ന കുട്ടികൾ പിന്നെ +1 വരുമ്പോൾ അവർക്ക് ഈ ടേംസിന്റെ ഒക്കെ ഉള്ളൊരു പ്രശ്നം അത് കാച്ചപ്പ് ചെയ്യാൻ ഭയങ്കരമായി സമയം എടുക്കുന്ന ഒരു വിഷയമുണ്ട്. അത് നമുക്ക് ഒന്നുകിൽ മലയാളം ആണെങ്കിൽ ഫുള്ള് മലയാളത്തിനുള്ള ഓപ്ഷൻ വേണമായിരുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതിനാണ് തോന്നുന്നത്. കാരണം പ്രത്യേകിച്ച് ലാംഗ്വേജിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടാറുണ്ട്. പിന്നെ ചിലപ്പോൾ സ്പീക്കിംഗ് സ്കിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാനൊക്കെ പിന്നീട് അങ്ങോട്ട്, അതായത് +2 കോളേജ് ഒക്കെ കഴിഞ്ഞാൽ ഇംഗ്ലീഷ് വളരെ അത്യാവശ്യം തന്നെയാണ്. അപ്പോൾ ഒന്നുകിൽ എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒന്നും കൂടെ സ്ട്രോങ് ആക്കിയിട്ട് മലയാളം മീഡിയം സ്റ്റുഡൻസിന് പഠിപ്പിക്കാനുള്ള ഒരു സിസ്റ്റം കൊണ്ടുവരണം.
അല്ലെങ്കിൽ അവർക്ക് മലയാളം തന്നെ തുടരാനുള്ള ഒരു സംവിധാനം. എനിക്കൊരു പ്രാക്ടിക്കൽ സൊല്യൂഷൻ ആയിട്ട് തോന്നുന്നു മലയാളം മീഡിയംകാരാണെങ്കിലും മലയാളം മീഡിയത്തിൽ പഠിക്കുമ്പോഴും ഇത്തരത്തിലുള്ള നമ്മൾ നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട ഇംഗ്ലീഷ് ടേംസുമായിട്ട് ഫെമിലറൈസ് ആവുന്നത് നല്ലതാണ് തോന്നുന്നുണ്ട്. നമ്മളിപ്പോൾ അവഞ്ചേഴ്സ് ക്ലാസ്സിലൊക്കെ എടുക്കുമ്പോൾ പിന്നെ ഓരോ ടേമും മലയാളം വേണം എന്ന് പറയുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അത് പിന്നെ ആ രൂപത്തിൽ പഠിക്കുന്നതുകൊണ്ടാണ്. പക്ഷെ നമ്മൾ പരമാവധി എന്തായാലും +1 കഴിഞ്ഞിട്ട് നമ്മൾ ആ രൂപത്തിൽ പഠിക്കേണ്ടതുകൊണ്ട് അങ്ങനെ പരമാവധി ശ്രമിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. യെസ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കരുത്. മാത്രമല്ല ഇത് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ഒരുപാട് സ്ട്രെസ് എടുത്ത് പഠിക്കുന്ന സമയത്ത് കുറച്ച് നേരം ഒന്ന് ചിരിക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ അയച്ചു കൊടുക്കാം. ഫിസിക്സ് അമ്പേ പരാജയമായിരുന്നു, എന്നാലും നമുക്ക് തിരിച്ചു വരും. മറ്റൊരു എപ്പിസോഡിൽ ബാസിൽ സാറിന് നമ്മൾ ലൈവില് വേണമെങ്കിലും ND വാറിൽ നമ്മൾ ഏറ്റുമുട്ടുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും ഇതിന്റെ താഴെ തന്നെ നിങ്ങൾക്ക് ഇതുപോലെ അറിയാവുന്ന കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഇംഗ്ലീഷും മലയാളം ടേമുകളൊക്കെ രസകരമായിട്ടുള്ള മലയാളത്തിൽ നമുക്ക് തന്നെ പറയാൻ ബുദ്ധിമുട്ടുള്ള ടേംസ് ഒക്കെ കമന്റ് ചെയ്യാം. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഗുഡ് ബൈ പറയാം അല്ലെ. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.